അസ്സലാമു അലൈക്കും. എല്ലാവരും ശരിക്കും പോലെ ശ്രദ്ധിക്കാൻ. നമ്മുടെ കവിതയുടെ ബാക്കി ഭാഗം നമ്മൾ എടുക്കാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞത് ബർസാത്ത് കി ബഹാറൻ അല്ലേ, മഴക്കാലത്തിൻ്റെ ഭംഗികൾ അല്ലെങ്കിൽ മഴക്കാലത്തിൻ്റെ വസന്തം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ പറയാണ് ഹർ ജാ, എല്ലാ സ്ഥലങ്ങളിലും ബിച്ചാ രഹാ ഹേ, വിരിച്ചുകൊണ്ടിരിക്കുന്നു. സബ്സ ഹരേ ബിച്ചോനെ, അതായത് പച്ച, സബ്സ എന്ന് പറഞ്ഞാലും പച്ച നിറഞ്ഞിട്ടുള്ള, ഹരേ എന്ന് പറഞ്ഞാലും പച്ച നിറഞ്ഞിട്ടുള്ള ബിച്ചോന. ബിച്ചോന എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നാണ്, ബിച്ചോനെ വസ്ത്രങ്ങൾ. അപ്പം പച്ചയായ വസ്ത്രങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും വിരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് മഴ പെയ്തിട്ട് എല്ലാ സ്ഥലങ്ങളിലും പച്ച പിടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കുദ്റത്ത് കെ ബിച്ച് രഹേ ഹേ അർജാർ ഹരേ ബിച്ചോനെ, എല്ലാ പച്ച നിറഞ്ഞ സ്ഥലങ്ങളിലും കുദ്റത്ത് കെ ബിച്ച് രഹേ ഹേ, അള്ളാഹുവിൻ്റെ തരത്തിലുള്ള വിരിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. ബിച്ചാരഹേഹെ എന്ന് പറഞ്ഞാലും ബിച്ചരഹേഹെ എന്ന് പറഞ്ഞാലും വിരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് കുദ്റത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, അള്ളാഹു എന്നുള്ള അർത്ഥമാണ്. അപ്പം അള്ളാഹുവിൻ്റെ വിരിക്കൽ വിരിച്ചു കൊണ്ടിരിക്കുന്നു. ഹർ ജാ ഹറേ ബിച്ചോനെ, എല്ലാ പച്ചയായ എല്ലാ പച്ചയായ സ്ഥലങ്ങളിലും അള്ളാഹുവിൻ്റെ കഴിവ് അനുസരിച്ചിങ്ങനെ എന്താകുന്നു, വിരിച്ചു കൊണ്ടിരിക്കുന്നു. ജംഗൽ മേ ഹോ രഹേ ഹേ ഫൈദാ ഹരേ ബിച്ചോനെ, അതായത് ജംഗൽ മേ ഫൈദാ ഹോ രഹേ ഹേ, അതായത് കാടുകളിലും എന്താകുന്നു, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. ഹരേ ബിച്ചോനെ, പച്ചയായ വസ്ത്രങ്ങൾ, അതായത് കാടുകളിലും പച്ച നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ബിച്ചുവാ ദിയേ ഹേ ഹക്കിനെ ക്യാ ക്യാ ഹരേ ബിച്ചോനെ, ഇനി പറയുന്നത് ഹക്കിനെ അള്ളാഹു ക്യാ ക്യാ ബിച്ചുവാ ദിയേ ഹേ അല്ലേ, ക്യാ ക്യാ ബിച്ചുവാ ദി, എന്തെല്ലാം രീതിയിലാണ് നമുക്ക് വിരിപ്പിച്ച് നൽകിയിട്ടുള്ളത്. ഹരേ ബിച്ചോനെ, പച്ചയായ വസ്ത്രങ്ങൾ. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പച്ച നിറഞ്ഞ വസ്ത്രങ്ങൾ എന്തെല്ലാം തരത്തിലാണ് അള്ളാഹു നമുക്ക് വിരിച്ചു തന്നിട്ടുള്ളത് എന്നർത്ഥം. ഹക്ക് എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹു എന്നുള്ള അർത്ഥം കേട്ടോ. ക്യാ ക്യാ മച്ചി ഹേ, എന്തെല്ലാം ശബ്ദ കോലാഹലങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യാറോ പ്രിയപ്പെട്ടവരെ, ബർസാത്ത് കി ബഹാറെ, അതായത് ഈ ബർസാത്ത് കി ബഹാറെ, മഴക്കാലത്തിൻ്റെ വസന്തങ്ങൾ നമുക്ക് ഇതെല്ലാം ശബ്ദ കോലാഹലങ്ങളാണ് യാറോ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതെന്നർത്ഥം. ക്യാ ക്യാ രക്കേ ഹേ യാ റബ്ബ് സാമാൻ തേരീ കുദ്റത്ത്, അതായത് യാ റബ്ബ് അള്ളാഹുവേ, തേരീ കുദ്റത്ത് കി സാമാൻ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ വസ്തുക്കൾ ക്യാ ക്യാ രക്കേ ഹേ, എന്തെല്ലാം തരത്തിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അല്ലേ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്തെല്ലാം തരത്തിലാണ് ഇവിടെ ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. ബദ്ലേഹ് റംഗ് ക്യാ ക്യാ ഹർ ആൻ തേരീ കുദ്റത്ത് കി ആൻ ഹർ ആൻ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഓരോ അടയാളങ്ങളും, ആൻ എന്ന് പറഞ്ഞാൽ അടയാളങ്ങളും ക്യാ ക്യാ റംഗ് ബദ്ലേഹ്, എന്തെല്ലാം തരത്തിലാണ് അതിൻ്റെ നിറങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിൻ്റെ അടയാളങ്ങൾ, അതായത് ഇവിടെ ഉള്ളതല്ല അവിടെ ഉള്ളത്, അവിടുത്തെ നിറത്തിന് ഇവിടെ വേറെ ഉണ്ട്, ഇത് തിരിച്ചറിയണമെങ്കിൽ വേറെ അടയാളം വേണം. അങ്ങനെ എന്തെല്ലാം തരത്തിലാണ് നിൻ്റെ അടയാളങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്, അടയാളത്തിൻ്റെ നിറങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. സബ് മസ്ത് ഹോ രഹേ ഹേ പഹ്ചാൻ തേരീ കുദ്റത്ത്, നിൻ്റെ അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞിട്ട് എല്ലാവരും എന്താകുന്നു, ഉന്മത്തരായിക്കൊണ്ടിരിക്കുന്നു, അതായത് ലഹരി പിടിച്ചവരായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും അന്തം വിടുകയാണ് നിൻ്റെ അനുഗ്രഹത്തെ ഒരു ചെറിയ രീതിയിൽ തിരിച്ചറിഞ്ഞിട്ട് പോലും. തീത്തർ പുഖാർത്തേ ഹേ സുബ്ഹാൻ തേരീ കുദ്റത്ത്, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ പരിശുദ്ധി അല്ലേ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ പരിശുദ്ധി, സുബ്ഹാൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധി, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ പരിശുദ്ധി. തീത്തർ, പൂന്തോട്ടങ്ങൾ പോലും പുക്കാർത്തേഹെ വിളിച്ചു പറയുന്നു. അതായത് പൂന്തോട്ടങ്ങൾ വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ പൂന്തോട്ടത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള വർണ്ണാഭമായ പൂക്കളും അങ്ങനെ മറ്റു സസ്യലതാദികളുമാണ് എന്ത് വിളിച്ചു പറയുന്നത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വിളിച്ചു പറയുന്നത്. ക്യാ ക്യാ മച്ചി ഹേ, എന്തെല്ലാം ശബ്ദങ്ങളാണ് യാറോ പ്രിയപ്പെട്ടവരെ, ബർസാത്ത് കി ബഹാറെ, മഴക്കാലത്തിൻ്റെ വസന്തങ്ങൾക്കുള്ളത് അല്ലേ. ജോ മസ്തുഹോ ഉദർക്കെ ഖർഷോർ നാച്ചത്തേ ഹേ, അതായത് ജോ മസ്തുഹോ ഉദർക്കെ, അവിടെ ആരെല്ലാം മസ്തായിട്ടുണ്ടോ, അതായത് ലഹരി പിടിച്ചവരാരെല്ലാം അവിടെയുണ്ടോ, ഓരൊക്കെ കർഷോർ നല്ല ഷോർക്കർ, അവരെല്ലാം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്, ഷോർന എന്ന് പറഞ്ഞാൽ ശബ്ദിക്കുക, ഗർജിക്കുക എന്നൊക്കെ, അവരെല്ലാം ശബ്ദിച്ചുകൊണ്ട് നാച്ചത്തേഹി എന്താകുന്നു, നൃത്തമാടുന്നു അല്ലേ. അവിടെ ആരെല്ലാം മസ്തായവരുണ്ടോ അവരൊക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് എന്താക്കുന്നു, നൃത്തമാടുന്നു.
മാത്രമല്ല പ്യാരേ ഖാ നാം ലേക്കർ ക്യാ സോർ നാച്ചത്തെ ഹേ, പ്യാരേ ഖാ നാം ലേക്കർ, അതായത് പ്രിയപ്പെട്ടവരുടെ പേര് വിളിച്ചുകൊണ്ട് ക്യാസോർ എന്തൊരു ശക്തിയായിട്ടാണ് നാച്ചത്തെ ഹേ അവരെന്താക്കുന്നത്, നൃത്തമാടുന്നത് എന്ന്. ബാദൽ ഹവാസെ കർഖർ ഗംഗോർ നാച്ചത്തെ ഹേ, അതായത് ഗംഗോർ ബാദൽ, അതായത് ഇടുങ്ങിക്കൂടിയ അല്ലെങ്കിൽ തിങ്ങിക്കൂടിയ മേഘങ്ങൾ, ഹവാസെ അന്തരീക്ഷത്തോട് കർക്കർ ചെയ്തിട്ട്, അതായത് അന്തരീക്ഷത്തോട് കൂടിച്ചേർന്നിട്ട്, അതായത് ഇടിവെട്ടിക്കൊണ്ട് നാച്ചത്തേഹേ അവരെന്താക്കുന്നു, നൃത്തമാടിക്കൊണ്ടിരിക്കുന്നു. അതായത് മഴ പെയ്യുമ്പോൾ ഇടിമുഴക്കം കൂടിയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല മഴയുടെ ആ സമയത്ത് മിഠക് ഉച്ചൽ രഹേ ഹേ, അതായത് തവളകളെല്ലാം തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നു. ഓർ മോർ നാച്ചത്തെ ഹേ, മയിലുകളെല്ലാം നൃത്തമാടിക്കൊണ്ടിരിക്കുന്നു. ക്യാ ക്യാ മച്ചി ഹേ, എന്തെല്ലാം ശബ്ദങ്ങളാണ് യാറോ പ്രിയപ്പെട്ടവരെ ബർസാത്ത് കി ബഹാനെ, മഴക്കാലത്തിൻ്റെ ഈ ഭംഗിയിൽ, ഈ വസന്തങ്ങളിൽ കാണുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ശരിക്കും പോലെ അർത്ഥം വെച്ചിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും.